കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. ആത്മീക യാത്ര എന്ന നമ്മുടെ ഈ വചന പഠന പരമ്പരയുടെ അടുത്ത എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സ്തോത്രം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് നിങ്ങളുടെ ആത്മീക ജീവിതവുമായി 3 ചോദ്യങ്ങൾ ഞാൻ ഉന്നയിച്ചു. നിങ്ങൾ ഏത് കാര്യത്തിനാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്? നിങ്ങൾ ഏത് കാര്യത്തിനാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്? നിങ്ങൾ ഏത് കാര്യത്തിനാണ് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത്? അതിനെ ആശ്രയിച്ചാണ് നിങ്ങളുടെ ആത്മീക ജീവിതം കരുപിടിപ്പിക്കപ്പെടുന്നത്. എലീശയെ സംബന്ധിച്ചിടത്തോളം ഏലിയാവിൻ്റെ കൂടെ നിന്ന് മാറാതെ, അപ്പോസ്തലന്മാരെ സംബന്ധിച്ച് യേശു കർത്താവിൻ്റെ കൂടെ നിന്ന് മാറാതെ, അവരുടെ ഒരു കാര്യത്തിനും മുൻതൂക്കം കൊടുക്കാതെ എപ്പോഴും ഗുരുവിൻ്റെ പാദപീഠത്തിൽ മാത്രം ഇരുന്നു കൊണ്ട് അവൻ്റെ വായിൽ നിന്ന് വാക്കുകളെ കേൾക്കുവാൻ പരിശ്രമിച്ചതുപോലെ ആയിരുന്നു ഈ പ്രവാചക ശിഷ്യൻ. ഹീസ് എ യുണീക്ക് പേഴ്സൺ എന്ന് ഞാൻ പറയും. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഗെറ്റ് റെഡി ടു മൂവ് ഫ്രം ഗിൽഗാൽ ടു ജോർഡൻ. ഈ വചന പഠനം നിങ്ങളെ ആഴത്തിൽ വചനം പഠിക്കുവാനുള്ള പ്രേരണ ഉണ്ടാക്കും എന്ന് ഞാൻ കരുതുകയാണ്. ഏലിയാവിൻ്റെയും എലീശയുടെയും ഗിൽഗാലിൽ നിന്നും യോർദാൻ വരെയുള്ള യാത്ര നമ്മുടെ ആത്മീക ജീവിതത്തിന് കരുത്തേകുന്ന ഒരു അനുഗ്രഹീത സന്ദേശമാണ്. ഈ വചനം ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എത്ര ഭയങ്കര സന്തോഷമുണ്ടായെന്നറിയാമോ? നിങ്ങളുടെ ആത്മീക പ്രയാണം ഒരിക്കലും നിർത്തരുത്. നിങ്ങളുടെ ആത്മീക യാത്ര ഒരു സ്ഥലത്ത് കുടുങ്ങിപ്പോകരുത്. ഗെറ്റ് റെഡി ടു മൂവ് ഫ്രം ഗിൽഗാൽ ടു ജോർഡൻ. ഒന്നാമത്തെ നമ്മുടെ സ്പോട്ട് ഗിൽഗാലാണ്. ഗിൽഗാൽ എന്ന് പറഞ്ഞാൽ ദ പ്ലേസ് ഓഫ് ബിഗിനിങ് എന്ന് പറയാം. എലീശ ഏലിയാവിൻ്റെ സന്തത സഹചാരിയും തൻ്റെ ആത്മീക പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിയും ഏത് ജോലിയും ചെയ്യാൻ മടിയില്ലാത്ത ശിഷ്യനുമായിരുന്നു എന്ന് നമുക്ക് 2 രാജാക്കന്മാർ 3:11 എലീശ ഏലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ചു കൊടുത്ത മനുഷ്യൻ. ഇന്നത്തെ ശിഷ്യന്മാരെ നിങ്ങൾ നോക്ക്. ഒരു ദൈവദാസൻ്റെ ബാഗ് എടുക്കാനോ അല്ലെങ്കിൽ ഒരു ദൈവദാസന് കൈക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാനോ ഒക്കെ അത്രയ്ക്ക് താല്പര്യമുള്ള ആളുകളൊന്നും ഇന്നില്ല. എന്നാൽ പഴയ കാലങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു. ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ ഏലിയാവ് പറയാണ്, നീ എന്നെ ഒത്തിരി സേവിച്ച വ്യക്തിയാണല്ലോ, എന്നാൽ ദൈവം എന്നെ ബേഥേലിലേക്ക് അയക്കുകയാണ്. നീ ഇവിടെ നിന്നുകൊള്ളുക. നിനക്ക് ഇവിടെ ബൈബിൾ സ്കൂളൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ ചുമതല വഹിക്കാനാണ് ഞാൻ നിന്നെ ആക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ, ഈ കാലത്ത് എന്നെപ്പോലുള്ള ഒരാളായിരുന്നെങ്കിൽ ഞാൻ ഏതായാലും മരിക്കാറായി, ഈ സഭയുടെ ചുമതല നീ ഏറ്റെടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ 2 കൈയും നീട്ടി അത് സ്വീകരിക്കുമായിരുന്നു. പക്ഷേ ആ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ, എലീശ അങ്ങനത്തെ ഒരു വ്യക്തിത്വമായിരുന്നില്ല. എലീശയ്ക്ക് സ്ഥാനങ്ങളെക്കാളും മാനങ്ങളെക്കാളും ഒക്കെ പ്രധാനം കർത്താവിൻ്റെ ദാസൻ്റെ കൂടെയുള്ള ശുശ്രൂഷയായിരുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവിടെ ഏലിയാവ് നീ ഇവിടെ തന്നെ താമസിച്ചു കൊള്ളുക എന്ന് പറയുമ്പോൾ ഏലിയാവ് ആ പറയുന്ന വാക്കിനകത്ത് ഞാൻ വിചാരിക്കുന്നത് എലീശ എന്ന ശിഷ്യനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനും കൂടി അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എലീശ മനസ്സിൽ പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? അങ്ങയെ ബേഥേലിലേക്ക് അയക്കുവാൻ കൽപ്പിച്ച അതേ ദൈവം തന്നെയാണ് അങ്ങയെ വിട്ടുപിരിയാതെ പിന്തുടരണമെന്ന് എന്നോടും കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് യഹോവയാണ്, എൻ്റെ ജീവനാണ്, ഞാൻ അങ്ങയെ വിട്ട് പിന്മാറുന്ന പ്രശ്നമില്ല എന്നാവർത്തിച്ച് ആ മനുഷ്യൻ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വെളിപ്പാടോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഗിൽഗാൽ എന്ന് പറഞ്ഞാൽ ദ പ്ലേസ് ഓഫ് ബിഗിനിങ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഗിൽഗാൽ നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ തുടക്കമാണ്. ഗിൽഗാൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം റോളിങ് അവേ എന്നൊരു അർത്ഥമാണ്, ഉരുട്ടിക്കളയുക. അല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം ഈ മിസ്രൈമിൻ്റെ നിന്നയെ ഉരുട്ടിക്കളഞ്ഞ സ്ഥലം. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നമുക്കത് വായിക്കാൻ കഴിഞ്ഞാൽ വാക്യങ്ങൾ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, കൊച്ചു വീഡിയോ ആയതുകൊണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ഏലിയാവിൻ്റെ മിസ്രൈമിൻ്റെ നിന്ന എന്ന് പറഞ്ഞാൽ മിസ്രൈം ഈ ലോകത്തെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ലോകത്തെ പ്രദാനം ചെയ്യുന്ന മിസ്രൈം അല്ലെങ്കിൽ ഈജിപ്തിൻ്റെ നിന്ന ദൈവം തൻ്റെ ജനത്തിൽ നിന്ന് ഉരുട്ടി മാറ്റിക്കളഞ്ഞതുപോലെ ഒരുവൻ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാണെന്ന് തിരുവെടുത്ത് പറയുന്നു. ദൈവമക്കളെ, ഈ ലോകം നമ്മുടെ മേൽ ഉരുട്ടിക്കയറ്റി വെച്ച നിന്ദകൾ, നമുക്കെതിരെ പറഞ്ഞ ആക്ഷേപങ്ങൾ, അവനിനി ഒന്നിനും കൊള്ളത്തില്ല, അവനെ ആർക്കും ഇനി ഉപയോഗിക്കാൻ കഴിയത്തില്ല, അവൻ പ്രയോജനമില്ലാത്തവനാണെന്ന് പറഞ്ഞ സ്ഥാനത്ത് കർത്താവ് നമ്മളെ കണ്ട് നമ്മളെ തിരഞ്ഞെടുത്ത് നമ്മളെ ഉപയോഗിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഈ ലോകം നിൻ്റെ മേൽ ഉരുട്ടിക്കയറ്റി വെച്ച എല്ലാ നിന്ദകളും, ഇയ്യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം, ഇയ്യോബിനെ ഒരു ചുഴലിക്കാറ്റിൽ
സകലവും നഷ്ടപ്പെട്ടെങ്കിൽ മറ്റൊരു ചുഴലിക്കാറ്റിൽ ദൈവം ആ നിന്ന മുഴുവൻ എടുത്തു മാറ്റി. വേൾവിൻ്റെ എന്നൊരർത്ഥം കൂടെ ഗിൽഗാലിനുണ്ട് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളത് മറക്കരുത്. ഇറ്റ് ഈസ് ദ പ്ലേസ് ഓഫ് ബിഗിനിങ്. ഏലിയാവിൻ്റെ യാത്ര ആരംഭിക്കുന്നത് ഇവിടെ നിന്നുമാണ്. ദൈവം ഏലിയാവിനെ സ്വർഗത്തിലേക്ക് എടുക്കുന്നതിന് മുൻപായി ബേഥേലിൽ തനിക്കൊരു ശുശ്രൂഷ തികയ്ക്കാനുണ്ട്. അതുകൊണ്ടാണ് ഏലിയാവ് പറയുന്നത്, യു സ്റ്റോപ്പ് ഹിയർ അറ്റ് ദ പോയിന്റ് ഓഫ് ബിഗിനിങ്, ഐ എം ഗോയിങ് ടു ബേഥേൽ. നീ ഇവിടെ തന്നെ താമസിച്ചു കൊള്ളുക, ഞാൻ ബേഥേലിലേക്ക് പോകുകയാണ്, എനിക്ക് അവിടെ ഒരു ശുശ്രൂഷ തികയ്ക്കാനുണ്ട്. നിങ്ങൾ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ യു ആർ അറ്റ് ഗിൽഗാൽ, നിങ്ങൾ ഗിൽഗാലിലാണ്. എന്നാൽ അവിടെ തന്നെ തുടരരുത്, നിങ്ങൾ ഇനിയും മുൻപോട്ട് പോകേണ്ടതുണ്ട്. ഗിൽഗാൽ ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദ ന്യൂ ലൈഫ്. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് വീണ്ടും ജനിച്ചൊരു ദൈവത്തിൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. അവിടെ നിൽക്കരുത്. ഇനി നിങ്ങൾക്ക് ഒത്തിരി സ്ഥലങ്ങൾ പോകാനുണ്ട്. ഇതൊരു യാത്രയാണ്. ആത്മീയത്തിലെ ശിശുക്കളെയാണ്, അല്ലെങ്കിൽ സ്പിരിച്വൽ ബേബ്സിനെയാണ് ശരിക്കും ഗിൽഗാൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, രക്ഷകനെ ഏറ്റുപറഞ്ഞ് നിങ്ങൾ സ്നാനമേറ്റ് പരിശുദ്ധാത്മ സ്നാനത്താൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയോട് ചേർന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടരുത്. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറത്തു വന്നു, അത് ശരിയാണ്. അതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടരുത്. നിങ്ങളെ ലോകത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിച്ച് കർത്താവ് ആത്മീക രാജ്യത്തിൽ, അല്ലേ, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലേക്ക് ആക്കി വെച്ച ഷിഫ്റ്റാണ് ഗിൽഗാൽ. എന്നാൽ അവിടം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടരുത്. ലോകത്തിൻ്റെ നിന്ന നിങ്ങൾ ഉരുട്ടി മാറ്റി. ഇത് മാത്രമാണോ നിങ്ങളുടെ സാക്ഷ്യം? എന്നാൽ നിങ്ങൾ ഇപ്പോഴും ഗിൽഗാലിൽ തന്നെയാണ്. ഇപ്പോഴും എന്നെ കർത്താവ് വിടുവിച്ചു, രക്ഷിച്ചു എന്ന് പറയുമ്പോൾ നാം അവിടെ തന്നെ നിൽക്കുകയാണ്. ദ ടെസ്റ്റിമണി ഓഫ് അവർ സാൽവേഷൻ ഈസ് ആൻ എറ്റേണൽ വൺ. നമ്മുടെ സാക്ഷ്യമെന്ന് പറയുന്നത് നിത്യതയോടുള്ള ബന്ധത്തിലാണ് സാക്ഷ്യം കിടക്കുന്നത്. ആ സാക്ഷ്യം നിങ്ങൾ ഒത്തിരി സ്ഥലങ്ങളിൽ പോയി പറയുന്നുണ്ടാകാം, അത് നല്ലത് തന്നെ. ബട്ട് യു ഹാവ് ടു മൂവ് ഫോർവേഡ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇനിയും നിങ്ങൾ മുൻപോട്ട് ആത്മികമായി പോകേണ്ടതുണ്ട്. ഗിൽഗാൽ ഈസ് ദ പ്ലേസ് ഓഫ് യുവർ റിന്യൂവൽ. നിങ്ങളുടെ പുതുക്കത്തിൻ്റെ സ്ഥലമാണ് ഗിൽഗാൽ. ഇന്ന് പകൽക്കാലം ആ ഭാഗം തിരിച്ചറിയണം. അപ്പോൾ ഗിൽഗാലിൽ തന്നെ നിൽക്കുവാനല്ല കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം നമ്മുടെ സാക്ഷിയുമായി ലോകത്തിൻ്റെ അറ്റത്തോളവും പോകണം. നിങ്ങൾ യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ മറക്കരുത്. മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.